നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുഴുവനും അങ്ങ് കൊണ്ട് കൊടുത്തേക്കരുത്. 3 ലക്ഷം മാറ്റി വെച്ചിട്ട് വേണം കൊടുക്കാൻ. അവർക്ക് കൊടുക്കാനുള്ളത് 11 ലക്ഷം അല്ലേ? ചേച്ചിയെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ അതും ചെയ്തെന്ന് വരും. നന്മമരമല്ലേ. ഇത്രയും ദ്രോഹിച്ച ഭദ്രനെ വെറുതെ വിടണമെന്ന് വരെ പറഞ്ഞ ആളാ. നിങ്ങളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിടാം. അല്ല സാറേ, ഞങ്ങള് സ്കൂട്ടറിലാ വന്നത്. അത് വേണ്ട, പണവുമായിട്ട് സ്കൂട്ടറിൽ പോകണ്ട. അവിടെ നിന്ന് പോകാൻ പിന്നെ പോലീസ് ഉണ്ടാവല്ലോ. ഒരു കാര്യം ചെയ്യ്, ദേവിക സ്കൂട്ടറിൽ വരട്ടെ. ചേച്ചി ഞാൻ ചെല്ലട്ടെ. എല്ലാം കഴിഞ്ഞു മോളെ. കഴിഞ്ഞമ്മ. മുത്തശ്ശന് നല്ല സങ്കടമുണ്ട്. എന്ത് ചെയ്യാനാ മോളെ? എനിക്ക് സങ്കടമില്ലെന്നാണോ? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. മോഹനേട്ടന്റെ സ്വപ്നമാണ് ഞാൻ തകർത്തത്. മറച്ചു കെട്ടി മഴ നനയാതെ കിടക്കാൻ ഒരിടം. കോൺക്രീറ്റ് വാർത്തപ്പോ മോഹനേട്ടൻ പറഞ്ഞത് അങ്ങനെയാ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കൊല്ലത്തിനകം ഒരു 2ാം നില ഞാൻ കേട്ടു. മുകളിൽ വേണം ഞങ്ങളുടെ ബെഡ്റൂം. പിള്ളേർക്ക് 2 താഴെ. അവർക്ക് കൂട്ടിനായിട്ട് അച്ഛനൊരു മുറി താഴെ. എല്ലാം പോയില്ലേ? എന്തിനാ പറഞ്ഞ് നിന്നെയും കൂടി കരയിക്കുന്നത്? എന്നാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ആ വൃത്തികെട്ടവന്റെ കൂടെ നിന്നെ പറഞ്ഞയക്കേണ്ടി വന്നില്ലല്ലോ. എല്ലാം സഹിച്ച് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയല്ലേ മോളെ. നിനക്ക് അല്ല, നിങ്ങൾക്ക് രണ്ടിനും നല്ലൊരു ജീവിതം. അതിലെങ്കിലും എന്റെ വാശി നടക്കണം. എന്തായാലും വീടിന്റെ കടം തീർക്കാനെന്ന് പറഞ്ഞ അമ്മ ഇനി അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. എങ്ങ പോരെ, അമ്മ ഒപ്പം ഉള്ളപ്പോ കരയാനെങ്കിലും ഒരു കൂട്ടുണ്ടാവുമല്ലോ. ഞാൻ ഫോൺ വെക്കാം, പിന്നെ വിളിക്കാം. കഴിഞ്ഞ ശേഷം എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അതപ്പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ നിന്റെ കണ്ണീര് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മോളെ. സാരമില്ല മോളെ, നമുക്ക് പോകാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.